വാച്ചബിൾ ആണ്. ഇപ്പം ഇറങ്ങിയ മാർവൽ മൂവീസിൽ വെച്ച് കൊള്ളാവുന്ന ഫിലിം തന്നെയാണ്. വില്ലൻ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പോലത്തെ ഒരു വില്ലനായിരുന്നു. സിനിമയും കൊള്ളാം, നല്ല ഫ്ലോ, ഇറ്റ്സ് ലൈക്ക് റിയലി ഗുഡ് മെയ്ഡ് മൂവി. கொஞ்சம் மென்டல் ஹெல்த் ரிலேட்டடாக நிறையா பேசியிருந்தாங்க. ഇനി ഫ്യൂച്ചർ മ്യൂസിനെയും അതാണ് എനിക്കടിച്ച് സീൻ ഇനി വരാൻ പോണ ഫാന്റാസ്റ്റിക് ഫോറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പോയിലറാണ്. മാർവൽ ഇപ്പം ചില സമയം ഒരു നല്ല പടം ഇറക്കും, പിന്നെ ഒരു മോശം പടം ഇറക്കും, പിന്നെ അടുത്ത പടം ഫാർ ബെറ്റർ ആണ്. നല്ലൊരു പോസ്റ്റ് ക്രെഡിറ്റ്സിന് മിസ് ചെയ്യില്ല. സ്പോയിലർ പറയാൻ പറ്റാതിരിക്കുന്നില്ല, അതാണ് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത്. സിനിമ കുഴപ്പമില്ല എന്നേ ഉള്ളൂ. മാർവലിൻ്റെ പടം കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക, ഇത്രയേ ഉള്ളൂ. മേക്കിംഗ് കുഴപ്പമില്ല. ഓഡി 3-ലാണ് കണ്ടത്. ഓക്കെ, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം, നല്ല ഇതുണ്ട്. ഫ്യൂച്ചറിലോട്ടുള്ള ത്രെഡും തന്നിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല, കണ്ടു നോക്കണം എല്ലാവരും. നല്ല മൂവിയാണ്, കുഴപ്പമില്ല. വാച്ചബിൾ ആണ്. ഇപ്പം ഇറങ്ങിയ മാർവൽ മൂവീസിൽ വെച്ച് കൊള്ളാവുന്ന ഫിലിം തന്നെയാണ്. ഇത് ആക്ച്വലി അതിന് ബെറ്റർ ആണ്. ഇപ്പം ഇറങ്ങിയിട്ടുള്ള മാർവൽ മൂവീസിൽ കമ്പാരിറ്റീവ്ലി വാച്ചബിൾ ആയിട്ടുള്ള മൂവി തന്നെയാണ്. നല്ല സിനിമയായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഒരു നല്ല മാർവൽ മൂവി. VFX ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല മൂവി, അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ അത്ര വലിയൊരു മാർവൽ ഫാൻ എന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ ഐ നോ ദ മാർവൽ മൂവീസ്. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. പറഞ്ഞ പോലെ വില്ലൻ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പോലത്തെ ഒരു വില്ലനായിരുന്നു. സിനിമയും കൊള്ളാം, നല്ല ഫ്ലോ, ഇറ്റ്സ് ലൈക്ക് റിയലി ഗുഡ് മെയ്ഡ് മൂവി. ഫൈറ്റ് സീൻസ് കൊള്ളാം, എല്ലാം അടിപൊളിയാണ്, കാണാൻ സെറ്റാണ്. സ്റ്റോറി അടിപൊളിയായിരുന്നു. റിവൈവൽ ഓഫ് മാർവൽ എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഇത് വൂൾവറീൻ ആൻഡ് ഡെഡ്പൂൾ കഴിഞ്ഞിട്ട് ഐ തിങ്ക് അടുത്ത നൈസായിട്ടുള്ള പടം ഇതാണ്. പിന്നെ അടുത്ത നമ്മളെ ഇനി വരാൻ പോണ ഒരു യൂണിവേഴ്സിനെ സെറ്റപ്പ് ചെയ്യുന്ന ഒരു പരിപാടി. ഇനി ഫ്യൂച്ചർ മ്യൂസിനെയും അതാണ് എനിക്കടിച്ച് സീൻ ഇനി വരാൻ പോണ ഫാന്റാസ്റ്റിക് ഫോറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പോയിലറാണ്. പക്ഷേ ഫാന്റാസ്റ്റിക് ഫോറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടൊരു സാധനമാണ് കൊണ്ടുവന്നത്. അത് നൈസായിട്ടുണ്ട്. നല്ല മൂവിയാണ്. മാവലിന് ഏറ്റവും നല്ല മൂവിയായിരുന്നു. ഇപ്പം മാവൽ കുറേ പിറകെ വയ്ക്കുമായിരുന്നു. കുറേ മൂവീസ് ഫ്ലോപ്പ് ആയില്ല, ആവറേജ് ആയിരുന്നു. പക്ഷേ ഇത് ഒരു സ്റ്റെപ്പായി നല്ലൊരു മൂവിയായിരുന്നു. പോയിട്ടില്ല, സത്യമാണ്. ബ്രേവ് ന്യൂ വേൾഡിന് ഒരു ആവറേജ് മൂവിനെ പറയട്ടെ മാവലിന് നോക്കിയാലും. അപ്പോൾ ഇതൊരു വലിയ സ്റ്റെപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് ഡൂംസ്ഡേ ഉണ്ട്, ഫാന്റാസ്റ്റിക് ഫോർ ഉണ്ട്. നല്ല മൂവി ആയിരിക്കണമല്ലോ, ഏസുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗാണ്, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗാണ്, വേറൊന്നുമില്ല. നല്ല മൂവിയാണ്. சூப்பராக இருந்துச்சு, தரமாக இருந்துச்சு. ஐ மீன் ரிவ்யூஸ் சொன்னபடியே பார்த்தீங்கன்னா ரொம்ப நல்லா இருந்துச்சு. எனக்கு பர்சனலாக ரொம்ப பிடிச்சிருந்தது. ஏன்னா கொஞ்சம் மென்டல் ஹெல்த் ரிலேட்டடாக நிறையா பேசியிருந்தாங்க. அதனால் எனக்கு நிறைய ரிலேட் பண்ண முடிஞ்சுது அவங்களுக்கு கேரக்டர் வைஸ் பார்த்தா. மற்றபடி ஆமாம், வெரி குட். മാർവൽ ഫാനാக ഇരുന്നീങ്ക அப்படின்னா കണ്ടിപ്പാக വന്ന് பார்க்கணும். നല്ല മൂവിയായിരുന്നു. അത് സാധാ നമ്മൾ നല്ല റേറ്റിംഗ് ഒക്കെ റോട്ടൺ ടൊമാറ്റോസിലുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ഹീറോ പറയില്ല. പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ്. ഒരു പുതിയൊരു ആസ്പെക്റ്റിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പടം, വെരി ഗുഡ് ഫിലിം, നല്ല സിനിമ. മേക്കിംഗ് വൈസ് പറയുവാണെങ്കിൽ ഇത് അത്ര വലിയ സംഭവമില്ല, പക്ഷേ നല്ല സിനിമ. ഐ എം എ മാർവൽ ഫാൻ, എനിക്കിഷ്ടപ്പെട്ടു. ശരിക്കും പറയുവാണെങ്കിൽ ആ ഒരു പോസ്റ്റ് എൻ ഗെയിമിന് ശേഷം ആ എൻ ഗെയിമിനുള്ള ഉണ്ടായ ഒരു ട്രാജഡി എല്ലാ മൂവീസിനും കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ആ ക്യാരക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അവഞ്ചേഴ്സും, അതായത് അതിൽ നമുക്കിപ്പോൾ ഉണ്ടായിരുന്ന അവഞ്ചേഴ്സ് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം പോയതിൻ്റെ ആ ഒരു ട്രാജഡി ഇപ്പോഴും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാർവൽ റിക്കവർ ആയിട്ടില്ല. റിക്കവർ ആകണമെങ്കിൽ ഡൂംസ്ഡേ എന്തെങ്കിലും വരേണ്ടി വരും. ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം, നല്ല മൂവി. സിനിമ ഉണ്ടായിരുന്നു. സിനിമ കൊള്ളാം, വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി അടുത്തുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സിന് വേണ്ടി അത് സെറ്റപ്പ് ചെയ്യുന്ന ഒരു മൂവിയാണ്. ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കഥകളല്ല. ഇറ്റ്സ് വെരി സ്പോയിലർ പറയാൻ പറ്റാതിരിക്കുന്നില്ല, അതാണ് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത്. ബട്ട് ഇതിൽ വില്ലൻ ആൻറ്റി ഹീറോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെൻട്രി ഈസ് വെരി കൂൾ. ഒരു സൂപ്പർമാൻ ലെവൽ ത്രെട്ടാണ്. ബട്ട് അതേപോലെ അവർ താഴ്ത്തിയും കളഞ്ഞു. റോൾസ് കൊള്ളായിരുന്നു. ഇത്ര നാളത്തെ കുറച്ച് മാർവൽ കുറച്ച് ഇതായിരുന്നല്ലോ. ഇപ്പം ഇത് കൊള്ളായിരുന്നു, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ കുറേ പടമുള്ള സമയത്ത് ഇത് കൊള്ളാം. സെക്കൻഡ് ഹാഫ് കൊള്ളാം. സിനിമ കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. കഴിഞ്ഞ മറ്റേ ക്യാപ്റ്റൻ അമേരിക്കേൻ്റെ നേരത്തെ പടത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല പടമായിരുന്നു. അങ്ങ് ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ച് കാണാണ്ട്, എന്നാലും കൊള്ളാം, നല്ല പടം. അടിപൊളിയായിരുന്നു. ആക്ച്വലി മാർവലിനൊരു കംബാക്ക് മൂവിയായിരുന്നു. കൊള്ളാം, ഫാർ ബെറ്റർ ആണ്. നല്ലൊരു പോസ്റ്റ് ക്രെഡിറ്റ്സിന് മിസ് ചെയ്യില്ല, അടിപൊളിയാണ്. നല്ല അടിപൊളി മൂവിയായിരുന്നു. ഫാർ ബെറ്റർ. ഇതുവരെ ഇറങ്ങിയതിന് വെച്ച് എനിക്ക് തോന്നുന്നത് ഫേസ് 5 സ്റ്റാർട്ടിംഗ് ആണല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ മൂവി തന്നെയാണ് തണ്ടർബോൾട്സ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസും ഇതൊക്കെ വെച്ചാണ് എടുത്തത്. നല്ല സിനിമാറ്റോഗ്രാഫി ആയിരുന്നു പടം. തണ്ടർബോൾട്സ് അടിപൊളി പടമാണ്. ഇപ്പോൾ മാർവലിൻ്റെ ബാക്കായിട്ട് തന്നെ കൂട്ടാം. പിന്നെ കുറച്ച് ക്രെഡിറ്റ് സീനിൽ കുറച്ച് പുതിയ നെക്സ്റ്റ് പടത്തിലോട്ട് വേണ്ടിയുള്ള കുറച്ച് ലീഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു, നല്ല മൂവി. അത് വെച്ച് നോക്കുമ്പം പറയുകയാണെങ്കിൽ മാർവലിപ്പം ചില സമയം ഒരു നല്ല പടം ഇറക്കും, പിന്നെ ഒരു മോശം പടം ഇറക്കും, പിന്നെ അടുത്ത പടം. ഇത് ശരിക്കും മാർവലിൽ നമുക്കിപ്പോൾ ട്രാക്കിലായി എന്ന് തോന്നുന്ന തരത്തിൽ നല്ല മൂവിയാണ്. കൊള്ളാം, അടിപൊളി. ന്യൂ അവഞ്ചേഴ്സിൻ്റെയാണ്, കൊള്ളാം. മേക്കിംഗ് ഒന്നും പറയാനില്ല, അടിപൊളി തന്നെ. സ്ഥിരം അതിനേക്കാളത്ത് കുറച്ച് മെച്ചമാണ്.
കൊള്ളാം, നല്ല സ്റ്റോറി. VFX തന്നെ അവരാ മെയിൻ വർക്കുകൾ